എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് സെമസ്റ്റർ ബിസിനസ് റെഗുലേഷൻസിലെ 2 മാർക്സ് സെക്ഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. ഫസ്റ്റ് തന്നെ അതിൽ വരുന്നത് ബിസിനസ് ലോ ആണ്. ബിസിനസ് ലോ മീൻസ് ദാറ്റ് ബ്രാഞ്ച് ഓഫ് ലോ വിച്ച് ഈസ് അപ്ലിക്കബിൾ ടു ഓർ കൺസേൺഡ് വിത്ത് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇൻ കണക്ഷൻ വിത്ത് വേരിയസ് മെർക്കൻറ്റൈൽ ഓർ ബിസിനസ് ട്രാൻസാക്ഷൻസ്. ബിസിനസ് ലോ എന്ന് പറയുന്നത് ലോയുടെ ഒരു ബ്രാഞ്ചാണ്. ഈ ഒരു ലോ പ്രധാനമായും അപ്ലൈ ചെയ്യുന്നത് ട്രേഡ് ആൻഡ് കൊമേഴ്സ് സെക്ടറിലാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട നിയമത്തിൻ്റെ ഒരു ബ്രാഞ്ചാണ് ബിസിനസ് ലോ. നെക്സ്റ്റ് വരുന്നത് കോൺട്രാക്ട്. സെക്ഷൻ 2H ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഡിഫൈൻ കോൺട്രാക്ട് ആസ് എൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. ഒരു എഗ്രിമെന്റിൽ നിയമപരമായി ഏർപ്പെടുകയാണെങ്കിൽ അതിനെ നമുക്ക് കോൺട്രാക്ട് എന്ന് പറയാം. ലീഗലി ഒരു കോൺട്രാക്ട് എൻഫോഴ്സിബിൾ ആയിരിക്കണം. നെക്സ്റ്റ് വരുന്നത് എഗ്രിമെന്റ്. സെക്ഷൻ 2E ഡിഫൈൻസ് എഗ്രിമെന്റ് ആസ് എവറി പ്രോമിസ് ആൻഡ് എവറി സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിംഗ് ദി കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ. രണ്ടോ അതിലധികമോ പാർട്ടികൾ ഒരു കാര്യം ചെയ്യാനോ അതോ ചെയ്യാതിരിക്കാനോ ഉള്ള തമ്മിലുള്ള ഒരു പ്രോമിസ് അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെന്റിനെയാണ് അഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഈ അഗ്രിമെന്റിൽ ഒരു പ്രോമിസും ഉണ്ടാവും, ഒരു അക്സെപ്റ്റൻസും ഉണ്ടാവും. നെക്സ്റ്റ് വരുന്നത് കൺസിഡറേഷൻ. കൺസിഡറേഷൻ ഈസ് വൺ ഓഫ് ദി എസെൻഷ്യൽ എലമെന്റ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ദി പ്രൈസ് ഓഫ് ദി പ്രോമിസ്. ഒരു വാലിഡ് കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ എലമെൻ്റ് ആണ് കൺസിഡറേഷൻ. ഒരു അഗ്രിമെൻറ്റിന് എൻഫോഴ്സിബിലിറ്റി ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ നിയമസാധുത ഉണ്ടാവണമെങ്കിൽ അവിടെ വാലിഡ് കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ പേയ്മെൻ്റ് ആണ്. ഒരു പേയ്മെൻറ്റ് വാങ്ങിക്കാതെയോ അല്ലെങ്കിൽ കൊടുക്കാതെയോ ആണ് ഒരു അഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നതെങ്കിൽ ആ ഒരു അഗ്രിമെൻറ്റിന് നിയമസാധുത ഉണ്ടായിരിക്കുന്നതല്ല. നെക്സ്റ്റ് വരുന്നത് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. എ കോൺട്രാക്ട് ഈസ് സെറ്റ് ടു ബി undue influence where the relations subsisting between the parties are such that one of the party is in position to dominate the will of the other and uses that position to obtain unfair advantages over. രണ്ട് വ്യക്തികൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അതിലൊരു വ്യക്തി ഡൊമിനേറ്റ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ പ്രേരണയിൽ മറ്റൊരു വ്യക്തിയെ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിപ്പിക്കുന്നതുമാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഡോക്ടർ പേഷ്യൻ്റ്. അവിടെ ഡോക്ടേഴ്സിന് ഓൾറെഡി ഒരു ഡൊമിനൻസ് ഉണ്ട്, അത് അല്ലെങ്കിൽ ടീച്ചർ സ്റ്റുഡൻറ്റ്. ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു കേസുകളിലൊക്കെയാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് വാറണ്ടി. വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിൻ്റെ മെയിൻ പർപ്പസിന് കൊലാട്രൽ ആയിട്ട് വരുന്ന ഒരു സ്റ്റിപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു നിബന്ധനയാണ് വാറണ്ടി എന്ന് പറയുന്നത്. ഇതിൽ ബ്രീച്ച് വന്നു കഴിഞ്ഞാൽ ഡാമേജസ് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഗുഡ്സ് റിജക്റ്റ് ചെയ്യാനോ കോൺട്രാക്റ്റ് നിരാകരിക്കാനോ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടാവില്ല, പക്ഷേ ഡാമേജസ് ക്ലെയിം ചെയ്യാൻ ഇതുവഴി സാധിക്കും. അതാണ് വാറണ്ടി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ അൺപെയ്ഡ് സെല്ലർ. A seller who has not been paid, one who has received payment in the form of bill of exchange or other negotiable instrument which has been dishonored. അൺപെയ്ഡ് സെല്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലർ ഗുഡ്സ് സെല്ല് ചെയ്യുകയും അദ്ദേഹത്തിന് പേയ്മെൻറ്റ് ലഭിക്കുന്നില്ല, ആ പേയ്മെൻറ്റിന് പകരം ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ മറ്റ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റോ നൽകുകയും ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൽ പറഞ്ഞ കണ്ടീഷൻ പ്രകാരം അദ്ദേഹത്തിന് പേയ്മെൻറ്റ് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ അൺപെയ്ഡ് സെല്ലർ എന്ന് പറയാം. നെക്സ്റ്റ് വൺ സബ് ഏജൻറ്റ്. എ സബ് ഏജൻറ്റ് ഈസ് എ പേഴ്സൺ who is employed by the original agent and who act under the control of the original agent. ഒറിജിനൽ ഏജൻറ്റ് എംപ്ലോയ് ചെയ്ത ഒരു വ്യക്തിയാണ് സബ് ഏജൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ substituted agent. A substituted agent is a person who named by the original agent on the basis of express or implied authority from the principal. ഒരു പ്രിൻസിപ്പലിൻ്റെ അതോറിറ്റി പ്രകാരം ഒറിജിനൽ ഏജൻറ്റ് നിയമിക്കുന്ന ഏജൻറ്റാണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ആണ്. യൂണിലാറ്ററൽ മിസ്റ്റേക്ക്, ബൈലാറ്ററൽ മിസ്റ്റേക്ക് ഒക്കെ ഒരുപാട് തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ഈസ് A unilateral mistake occurs when only one party is mistaken as to the subject matter or the terms contained in the contract agreement. ഒരു കോൺട്രാക്ട് എഗ്രിമെൻറ്റിൽ ഒരു പാർട്ടി മാത്രം ആ കോൺട്രാക്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ മിസ്റ്റേക്കായിട്ട് തെറ്റിദ്ധരിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് വരുത്തിയെങ്കിൽ അതിന് യൂണിലാറ്ററൽ മിസ്റ്റേക്ക് എന്നാണ് പറയുന്നത്. ബൈലാറ്ററൽ മിസ്റ്റേക്ക് വരുന്നുണ്ട്. അത് രണ്ട് പാർട്ടിയും തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. കോൺട്രാക്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രകാരമല്ല അവർ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതുവഴി ആ കോൺട്രാക്റ്റ് ബ്രീച്ച് ആവപ്പെടുന്നതാണെങ്കിൽ അതിനെ ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയാം. നെക്സ്റ്റ് വരുന്നത് വോയിഡ് അഗ്രിമെൻറ്റ്. ഇറ്റ് ഈസ് എൻ അഗ്രിമെൻറ്റ് വിത്ത് നോ ലീഗൽ വാല്യൂ. ലീഗൽ വാല്യൂ ഒന്നുമില്ലാത്ത അഗ്രിമെൻറ്റിനെ നമ്മൾ വോയിഡ് അഗ്രിമെൻറ്റ് എന്ന് പറയും. ഫ്രീ കൺസെൻറ്റ്. എ കൺസെൻറ്റ് ഈസ് സെറ്റ് ടു ബി ഫ്രീ ഇഫ് ഇറ്റ് ഈസ് നോട്ട് കോസ്ഡ് ബൈ കോയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ ഓർ മിസ്റ്റേക്ക്. അതായത് കബളിപ്പിക്കാതെയോ അല്ലെങ്കിൽ നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ ഫ്രോഡിലൻ്റ് ആക്ടിവിറ്റി പ്രകാരമോ മിസ്റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്തുകൊണ്ടോ ഒന്നുമല്ലാണ്ട് ഫ്രീ ആയിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് നമുക്ക് ഫ്രീ കൺസെൻറ്റ് എന്ന് പറയാം. നെക്സ്റ്റ് വരുന്നത് കൊയേഷൻ. കൊയേഷൻ ഈസ് കമ്പല്ലിങ് എ പാർട്ടി ടു ആക്ട് ഇൻ ആൻ ഇൻവോളണ്ടറി മാനർ ബൈ ദി യൂസ് ഓഫ് ത്രെഡ്സ് ഇൻക്ലൂഡിംഗ് ത്രെഡ്സ് ടു യൂസ് ഫോഴ്സ് അഗെയിൻസ്റ്റ് എ പാർട്ടി.
ഒരു പാർട്ടിയെ നിർബന്ധിപ്പിച്ചിട്ട് എന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുന്നതിനെ കൊയേഷൻ എന്ന് പറയുന്നു. കൊയേഷനൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഫ്രീ കൺസെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. മറ്റൊന്ന് മിസ് റെപ്രസെൻറ്റേഷൻ. ഇറ്റ് മീൻസ് എ ഫാൾസ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഫാക്ട് മെയ്ഡ് ഇന്നസെൻ്റ്ലി ഓർ നോൺ ഡിസ്ക്ലോഷർ ഓഫ് മെറ്റീരിയൽ ഫാക്ട് വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ ടു ഡെസീവ് അതർ പാർട്ടീസ്. മിസ് റെപ്രസെൻറ്റേഷനിൽ ഒരു പാർട്ടി തെറ്റായിട്ട് ധരിക്കുകയാണ് കോൺട്രാക്റ്റിലെ കാര്യങ്ങൾ, അദ്ദേഹം ഇന്നസെൻ്റ് ആയിട്ട് കാര്യങ്ങൾ മറ്റൊരാളെ കബളിപ്പിക്കണം എന്ന ഉദ്ദേശമില്ലാതെ തെറ്റായിട്ട് ധരിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ മിസ് റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് മിസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ബൈലാറ്ററൽ മിസ്റ്റേക്ക് ആണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. And next is wager. It is an agreement in which one person agrees to pay certain sum of money to the other person on the happening or non-happening of a specified uncertain event. ഇത് വേജർ എന്ന് പറഞ്ഞാൽ ഒരു ലോട്ടറിയുടെ കേസൊക്കെ വരുന്നതാണ്. ഒരു പേഴ്സൺ ഒരു നിശ്ചിത തുക നൽകാൻ റെഡിയാണ്. നെക്സ്റ്റ് അദ്ദേഹത്തിന് ആ തുകയ്ക്ക് പകരം എന്ത് കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല, പക്ഷേ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്, കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു അൺസർട്ടൺ ഇവൻ്റ് ആണ് വരുന്നത് ലോട്ടറിയുടെ കേസിലൊക്കെ വരുന്നത്. നെക്സ്റ്റ് ഈസ് കോസി കോൺട്രാക്ട്. എ കോസി കോൺട്രാക്ട് ഈസ് നോട്ട് എ കോൺട്രാക്ട് അറ്റ് ഓൾ. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ. ദാറ്റ് ഈസ് ഇൻ എ കോസി കോൺട്രാക്ട് ദർ ഈസ് നോ ഇൻറ്റൻഷൻ ഓൺ ഐദർ സൈഡ് ടു മേക്ക് കോൺട്രാക്ട്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് കൺസ്ട്രക്റ്റീവ് കോൺട്രാക്ട്. കോസി കോൺട്രാക്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പാർട്ടിക്കും ഒരു ഒബ്ലിഗേഷനും ഇല്ല. ഫോർ എക്സാമ്പിൾ, ഒരാളുടെ പേഴ്സ് നിലത്ത് വീണു, ആ പേഴ്സ് മറ്റൊരാളെടുത്ത് അവർക്ക് കൊടുക്കണം എന്നുണ്ട്, കൊടുക്കാം. പക്ഷെ ആ പോയ ആൾ നിർബന്ധിതനല്ല അത് അയാളടുത്ത് നിന്ന് വാങ്ങണം എന്നുള്ളത്, ഇയാൾക്ക് ഇത് കൊടുക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷേ അങ്ങനെയുള്ളൊരു കോൺട്രാക്റ്റിനെ നമ്മൾ കോസി കോൺട്രാക്ട് എന്ന് പറയും. Next is quantum merit. It is a reasonable sum of money to be paid for services rendered or work done when the amount due is not stipulated in a legally enforceable contract. ക്വാണ്ടം മെറിറ്റ് എന്ന് പറഞ്ഞാൽ ലീഗലി എൻഫോഴ്സബിൾ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു എമൗണ്ട്, റീസണബിൾ എമൗണ്ട് അദ്ദേഹം ഒരു പാർട്ടി ചെയ്ത സർവീസിനോ അല്ലെങ്കിൽ അവർ ചെയ്ത വർക്കിനോ വേണ്ടി കൊടുക്കുന്നതിനെയാണ് ക്വാണ്ടം മെറിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഇൻഡെംനിറ്റി. ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ബൈ വിച്ച് വൺ പാർട്ടി പ്രോമിസസ് ടു സേവ് ദി അതർ ഫ്രം ലോസ് caused to him by the conduct of the promiser himself or by the conduct of any other person. ഇൻഡെംനിറ്റി എന്ന് പറയുമ്പോൾ ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക് നൽകുന്ന ഒരു കോൺട്രാക്റ്റ് ആണ്. അവർക്ക് എന്തെങ്കിലും ഒരു ലോസ് സംഭവിച്ചാൽ മറ്റേ പാർട്ടിയുടെ കാരണമോ അല്ലെങ്കിൽ വേറൊരാൾ കാരണമോ എന്തെങ്കിലും ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ സേവ് ചെയ്യാമെന്ന് നൽകുന്ന ഒരു പ്രോമിസാണ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. ഗ്യാരണ്ടി. ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് അണ്ടർടേക്കിംഗ് ബൈ വൺ പേഴ്സൺ ടു പേ ദി എമൗണ്ട് ഡ്യൂ ഫ്രം അനദർ പേഴ്സൺ. മറ്റൊരു വ്യക്തി നൽകാനുള്ള എമൗണ്ടിന് ഒരു വ്യക്തി അതിനെ ഗ്യാരണ്ടി എടുക്കുന്നു എന്ന് പറയില്ലേ, അതിനെയാണ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്. എ പേഴ്സൺ ഹു ഫൈൻഡ്സ് ഗുഡ്സ് ബിലോങ്ങിങ് ടു അനദർ ആൻഡ് ടേക്സ് ദം ഇൻ ടു ഹിസ് കസ്റ്റഡി ഈസ് കോൾഡ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്. അത് അതിൻ്റെ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ലോസ്റ്റ് ആയിട്ടുള്ള ഗുഡ്സ് ഒരു കസ്റ്റഡിയിൽ എടുത്തു വെക്കുന്നതിന്, അതായത് നമ്മൾ കണ്ടെത്തുകയും ആ ഗുഡ്സിനെ നമ്മുടെ കസ്റ്റഡിയിൽ എടുക്കുന്ന ആളാണ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സ്റ്റിപ്പുലേഷൻ. ഇറ്റ് റെഫേഴ്സ് ടു റെപ്രസെൻറ്റേഷൻ മെയ്ഡ് ബൈ ദി ബയർ ആൻഡ് ദി സെല്ലർ റെസിപ്രോക്കലി ആസ് എ പാർട്ട് ഓഫ് നെഗോഷിയേഷൻ ബിറ്റ്വീൻ ദം ബിഫോർ ദേ എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട്. അതായത് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് മുമ്പുള്ള ബയറും സെല്ലറും തമ്മിലുള്ള കുറച്ച് നിബന്ധനകളെയാണ് സ്റ്റിപ്പുലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ. പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ഓൺലി എ പേഴ്സൺ ഹു ഹാസ് പ്രൊവൈഡഡ് കൺസിഡറേഷൻ ക്യാൻ എൻഫോഴ്സ് ദ കോൺട്രാക്ട് ആൻഡ് ടേക്ക് ആക്ഷൻ അഗെയിൻസ്റ്റ് ഇറ്റ്. അതായത് ഒരു കൺസിഡറേഷൻ നൽകിയ ആൾക്ക് മാത്രമേ ആ ഒരു കോൺട്രാക്ട് എൻഫോഴ്സ് ചെയ്യാനും സാധിക്കൂ, അതിനെതിരെ ആക്ഷൻ എടുക്കാനും സാധിക്കൂ. അതാണ് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ LLP. LLP ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് പാർട്ട്ണർഷിപ്പ് ആൻഡ് കോപ്പറേഷൻ. കോപ്പറേഷൻ്റെയും പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു കോമ്പിനേഷനെയാണ് LLP എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് ദീസ് ഫോംസ്. രണ്ട് ഫോമിൻ്റെയും ഫീച്ചേഴ്സ് ഇതുണ്ടാവും. 2009 LLP ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ്ഡ് ആയത്. LLP agreement, it means any written agreement between the partners of the LLP or between the LLP and its partners. അതായത് LLPയിലെ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഏത് എഗ്രിമെൻറ്റിനെ LLP എഗ്രിമെൻറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ LLP തമ്മിലുള്ള എഗ്രിമെൻറ്റ്സിനെയും LLP എഗ്രിമെൻറ്റ് എന്ന് പറയാം. നെക്സ്റ്റ് ഈസ് കൺസ്യൂമർ. കൺസ്യൂമർ ഈസ് എ പേഴ്സൺ ഹു പർച്ചേസസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ പേഴ്സണൽ യൂസ് ഫോർ എ കൺസിഡറേഷൻ ഹാസ് ബീൻ പെയ്ഡ്. അതായത് സ്വന്തം പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു കൺസിഡറേഷന് പകരമായിട്ട് ഗുഡ്സോ സർവീസസോ പർച്ചേസ് ചെയ്യുന്ന ആളാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. ഇറ്റ് മീൻസ് എനി ബിസിനസ് പ്രാക്ടീസസ് ദാറ്റ് ഈസ് ഡിസെപ്റ്റീവ്, ഫ്രോഡുലൻറ്റ് ഓർ കോസസ് ഇഞ്ചുറി ടു എ കൺസ്യൂമർ. ഒരു കൺസ്യൂമറിന് എന്തെങ്കിലും തരത്തിലുള്ള നാശങ്ങൾ അല്ലെങ്കിൽ ഫ്രോഡുലൻറ്റ് ആക്ടിവിറ്റി അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെടുന്ന ഒരു ബിസിനസ് ആക്ടിവിറ്റിയും നമുക്ക് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് എന്ന് പറയാം. റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് അല്ലെങ്കിൽ RTP. RTPs മീൻസ് ഡിസീറ്റ്ഫുൾ ഓർ മിസ്ലീഡിംഗ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്.
റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസിന് ഇങ്ങനെ പറയാം, വൺ വിച്ച് ഹാസ് ദി എഫക്റ്റ് ഓഫ് പ്രിവെൻറ്റിംഗ്, ഡിസ്റ്റോർട്ടിംഗ് ഓർ റെസ്ട്രിക്റ്റിംഗ് കോമ്പറ്റീഷൻ. ഒരു കോമ്പറ്റീഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗുഡ്സിനെ മിസ്ലീഡ് ചെയ്യുക, റെപ്രസെൻറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ എ പ്രാക്ടീസ് വിച്ച് ടെൻസ് ടു ഒബ്സ്ട്രക്ട് ദി ഫ്ലോ ഓഫ് ക്യാപിറ്റൽ ഓർ റിസോഴ്സ് ഇൻ ടു ദി സ്ട്രീം ഓഫ് പ്രൊഡക്ഷൻ ഈസ് എൻ റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ്. അങ്ങനെ വേണമെങ്കിൽ പറയാം. കംപ്ലൈൻറ്റ് മീൻസ് എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് സംതിങ് ഈസ് അൺസാറ്റിസ്ഫാക്ടറി ഓർ അൺഅക്സെപ്റ്റബിൾ ആയിട്ടോ അല്ല അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് സിംപ്ലി മീൻസ് എ റിട്ടേൺ അലിഗേഷൻ, കംപ്ലൈൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ബെയിൽമെൻറ്റ് മീൻസ് ഡെലിവറി ഓഫ് ഗുഡ്സ് ഇൻ ട്രസ്റ്റ് ടു അനദർ ഫോർ എ സ്പെഷ്യൽ പർപ്പസ് ആൻഡ് ഫോർ ലിമിറ്റഡ് പീരീഡ്. ഒരു ലിമിറ്റഡ് പീരീഡിന് ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നതിനെയാണ് ബെയിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള കുറേ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കി പോർഷൻസ് ഇനി വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.